ഹലോ ഫ്രണ്ട്സ്, വർക്ക് എനർജി ആൻഡ് പവർ പാർട്ട് 11 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേരിയസ് ഫോം ഓഫ് എനർജിയെ കുറിച്ചാണ്. അതുപോലെ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 6.10 എന്ന ടോപ്പിക്കിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിലും NCERT ടെക്സ്റ്റിനെ ആസ്പദമാക്കി മാത്രമാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ NCERTയിലെ ഒരു കോൺസെപ്റ്റ് പോലും വിട്ടുപോകാതെയാണ് ഓരോ ടോപ്പിക്കും തയ്യാറാക്കുന്നത്. ഇത് നിങ്ങളുടെ ബോർഡ് എക്സാമിനും അതുപോലെയാണെങ്കിൽ നീറ്റ് JEE എക്സാംസിനൊക്കെ കുറേ ഉപയോഗപ്പെടുന്ന വീഡിയോസാണ്. അധികം വൈകാതെയാണെങ്കിൽ നീറ്റ് JEE തുടങ്ങിയ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യും. സോ സ്റ്റേ ട്യൂൺഡ്. സോ നമുക്കിവിടെയാണെങ്കിൽ NCERTയിലെ 6.10 എന്ന ടോപ്പിക്കിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നോക്കാം. സോ നമുക്ക് പഠിച്ചു തുടങ്ങാം. വേരിയസ് ഫോംസ് ഓഫ് എനർജി. ഹീറ്റ്. നമുക്ക് ചുറ്റും കാണുന്ന എനർജീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ് ഹീറ്റ് എനർജി. നമ്മൾ ഹീറ്റ് എനർജിയെക്കുറിച്ച് മാത്രമായിട്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, അതുപോലെ തെർമോഡൈനാമിക്സ് തുടങ്ങിയ ചാപ്റ്റേഴ്സിൽ ഹീറ്റ് എനർജി മാത്രമായിട്ട് പഠിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ ഹീറ്റ് എനർജിയുടെ കുറച്ച് ബേസിക്സ് കാര്യം പറയാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെയാണെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് ആണെങ്കിൽ ഒരു റഫ് സർഫസ് ഇരിക്കുകയെന്ന് കരുതുക. സോ ബ്ലോക്കിൻ്റെ മാസ് M ആണ്. ഈ M മാസുള്ള ബ്ലോക്കിനെ ആണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീക്കാൻ പോവുകയാണ്. സോ അതിന് ഇങ്ങോട്ട് കൈനറ്റിക് എനർജി ഉണ്ടാകും, ശരിയല്ലേ? പക്ഷേ ഈ റഫ് സർഫസിലൂടെ പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിന് ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷൻ അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് ബോഡി മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഫ്രിക്ഷൻ ബാക്കിലേക്ക് ആക്ട് ചെയ്യും, ശരിയല്ലേ? സോ ഫ്രിക്ഷൻ ആരെ എതിർക്കും? ഈ മോഷനെ എതിർക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ ബോഡി നിൽക്കും. അതായത് ബോഡിയുടെ കൈനറ്റിക് എനർജി എന്തായി മാറി? ഫ്രിക്ഷൻ ആ കൈനറ്റിക് എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് മാറ്റി, ശരിയല്ലേ? ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് എന്തായി നഷ്ടപ്പെടും? നോൺ യൂസ്ഫുൾ എനർജി ആയിട്ട്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത എനർജി ആയിട്ട് അത് നഷ്ടപ്പെടും. ആക്ച്വലി ഈ എനർജി ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്യുന്നത്. ഈ എനർജിയുടെ കുറച്ച് ഭാഗം നഷ്ടപ്പെടും, കുറച്ച് ഭാഗം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി, ആന്തരിക ഊർജം, ഇൻറ്റേർണൽ എനർജി ഉയർത്തുവാനും ഉപയോഗിക്കും. നമ്മൾ ശൈത്യകാലത്ത് കൈകൾ കൂട്ടി ഉരസാറുണ്ട്, ശരിയല്ലേ? അങ്ങനെ കൂട്ടി ഉരസുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ഫ്രിക്ഷൻ മൂലം നമുക്ക് ഹീറ്റ് എനർജി കിട്ടും. ആ ഹീറ്റ് എനർജി മൂലം നമ്മളുടെ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യും? നമ്മുടെ ചൂട് കൂടും, ശരിയല്ലേ? ഇൻറ്റേർണൽ എനർജി ഉയരും. സോ മെക്കാനിക്സിൽ ഹീറ്റ് എനർജി ആരാണ് ഉണ്ടാക്കുന്നത്? നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്കാണ് എന്തിനെ ഉണ്ടാക്കുന്നത്? ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊരു ബ്ലോക്ക് ആണെങ്കിൽ ഒരു റഫ് സർഫസ് ഇരിക്കുകയാണ്. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ, മ്യൂവിൻ്റെ വാല്യൂ 0.2 ആണെന്ന് കരുതുക. സോ ഈ ബ്ലോക്കിനാണെങ്കിൽ 5 കിലോഗ്രാം മാസ് ഉണ്ട്. ഞാൻ ഈ ബ്ലോക്കിന് ഇങ്ങോട്ടൊരു വെലോസിറ്റി കൊടുക്കാൻ പോവുകയാണ്. ബ്ലോക്കിൻ്റെ വെലോസിറ്റിയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. എങ്കിൽ ഈ ബ്ലോക്ക് എത്ര ദൂരം ട്രാവൽ ചെയ്തതിന് ശേഷം നിൽക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ബ്ലോക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ നിൽക്കും, ശരിയല്ലേ? നമ്മളുടെ വെലോസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ഇല്ലാതാക്കി കളയും. അങ്ങനെ കുറേ ദൂരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബോഡി നിൽക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദൂരം കഴിയുമ്പോൾ ഈ ബ്ലോക്ക് നിൽക്കുമെന്നാണ്. സോ നമുക്കിവിടെ വർക്ക് എനർജി തിയറി ഉപയോഗിക്കാം. വർക്ക് എനർജി തിയറി എന്താണ് പറയുന്നത്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ, ശരിയല്ലേ? സോ നമുക്ക് ആദ്യമേ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഇതാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അതുപോലെ ഇവിടെ ആരാണ് വർക്ക് ചെയ്യുന്നത്? സോ ബോഡി ഇങ്ങോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ ആണ് ബാക്കിലേക്ക് വർക്ക് ചെയ്യുന്നത്, ശരിയല്ലേ? സോ ഫ്രിക്ഷൻ ബാക്കിലേക്ക് വർക്ക് ചെയ്യും. സോ ബോഡി നിൽക്കുമ്പോഴാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയായിട്ട് മാറും? ഫൈനൽ കൈനറ്റിക് എനർജി ബോഡി നിൽക്കുകയാണെങ്കിൽ, ലാസ്റ്റിൽ ബോഡി നിൽക്കുന്നു പോവുകയാണെങ്കിൽ ഫൈനൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0 ആകും, ശരിയല്ലേ? മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് mv² വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ആര് വേണം? വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ വേണം, ശരിയല്ലേ? ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താണ്? നമുക്കറിയാം ഫ്രിക്ഷൻ്റെ ഇക്വേഷൻ മ്യൂ ഇൻറ്റു എൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഹൊറിസോണ്ടൽ മോഷനിലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും, ശരിയല്ലേ? ആ വെയിറ്റിനെ ആര് ഒപ്പോസ് ചെയ്യും? നോർമൽ റിയാക്ഷൻ ഒപ്പോസ് ചെയ്യും. സോ ആരും ഈക്വൽ ആയിരിക്കും, എന്നും എം ജിയും ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് മ്യൂ എം ജി എന്ന് പറയാം, ശരിയല്ലേ? സോ മ്യൂവിൻ്റെ വാല്യൂ എത്രയാണ്? 0.2 ആണ്. അതുപോലെ എമ്മിൻ്റെ വാല്യൂ 5 ആണ്. ജിൻ്റെ വാല്യൂ നമുക്ക് 10 എടുക്കാം. സോ ഫ്രിക്ഷൻ്റെ വാല്യൂ നമുക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടും, ശരിയല്ലേ? സോ വർക്ക് ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു എഫ് എസ് കോസ് തീറ്റ എന്നാണ്, ശരിയല്ലേ? സോ ഇവിടെ ഫ്രിക്ഷൻ ബാക്കിലേക്കാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രണ്ടിലോട്ടാണ്. സോ ആംഗിൾ എത്രയാണ്? ഫോഴ്സ് ഇങ്ങോട്ടാണ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. ആംഗിൾ 180 ഡിഗ്രി, ശരിയല്ലേ? സോ മൈനസ്, അതുപോലെ എഴുതി നമ്മൾ ഹാഫ് എമ്മിന് പകരം നമുക്ക് 5 എടുക്കാം. വെലോസിറ്റി 10² ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഫോഴ്സിന് പകരം നമുക്ക് പറയാം ഫ്രിക്ഷൻ
അത് 10 ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എക്സ് എടുക്കാം, അത് അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? കോസ് എത്രയാണ്? 180. സോ ഇവിടെ കോസ് 180 എത്രയാണ്? -1 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു -250. ശരിയല്ലേ? ഇത് ചെയ്യുമ്പോൾ -250 കിട്ടും. -10 എക്സ്. ശരിയല്ലേ? സോ എക്സ് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 25 മീറ്റർ. അതായത് ഈ ബ്ലോക്ക് 25 മീറ്റർ കഴിയുമ്പോൾ നിൽക്കും. അതായത് ഈ ബ്ലോക്കിൻ്റെ കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? അങ്ങനെ നിൽക്കുമ്പോൾ അത്രയും കൈനറ്റിക് എനർജി, എത്രയാണ് കൈനറ്റിക് എനർജി? ഈ 250 ജൂള് കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? ഹീറ്റായിട്ട് നഷ്ടപ്പെടും. അതുകൊണ്ടല്ലേ നിന്ന് പോയത്. ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഉണ്ടായ ഹീറ്റ് എത്രയാണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ഈസ് ഈക്വൽ ടു 250 ജൂൾ. അതായത് ഫ്രിക്ഷൻ ചെയ്ത വർക്കും ബോഡിയുടെ കൈനറ്റിക് എനർജിയും ഈക്വൽ ആയിരുന്നു. ശരിയല്ലേ? ആ വർക്ക് എന്തായിട്ടാണ് മാറിയത്? ഫ്രിക്ഷൻ ചെയ്ത വർക്ക് ഇവിടെ ഹീറ്റ് എനർജി ആയിട്ടാണ് മാറിയത്. സോ ഈ ഹീറ്റ് എനർജിക്ക് എന്താണ് സംഭവിച്ചത്? ഹീറ്റ് എനർജിയുടെ കുറച്ച് ഭാഗം എന്തോയും വെളിയിലേക്ക് നഷ്ടപ്പെടും. ശരിയല്ലേ? അതുപോലെ ഇതിൻ്റെ കുറച്ച് ഭാഗമാണെങ്കിൽ ബോഡിയുടെ ഇന്റേണൽ എനർജി ഉയർത്തുവാനും യൂസ് ചെയ്യും. സോ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്തൊക്കെയാണ്? ഹീറ്റിൻ്റെ യൂണിറ്റ് ജൂളാണ്. ഹീറ്റിൻ്റെ വേറൊരു യൂണിറ്റ് ആണ് കലോറി. കലോറി എന്ന് പറഞ്ഞത് ഒരു CGS യൂണിറ്റ് ആണ്. ജൂൾ എന്ന് പറയുന്നത് ഒരു SI യൂണിറ്റ് ആണ്. ശരിയല്ലേ? എന്താണ് ഒരു കലോറി എന്ന് പറയുന്നത്? ഒരു കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഗ്രാം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസും കൂടി ഉയർത്തണം. അതായത് 45 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന വെള്ളമാണെങ്കിൽ ആ 45 ഡിഗ്രി സെൽഷ്യസ് എന്നാണെങ്കിൽ 46 ഡിഗ്രി സെൽഷ്യസ് ആക്കുവാൻ എന്തുമാത്രം ഹീറ്റ് വേണം? ഈ പ്രോസസ്സിന് എന്തുമാത്രം ഹീറ്റ് വേണം? ഈ ഹീറ്റ് എനർജി വിളിക്കുന്ന പേരാണ് ഒരു കലോറി. സോ ഒരു കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. സോ ഹീറ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സായ തെർമോഡൈനാമിക്സിലും അതുപോലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിലും ഒക്കെ പഠിക്കും. ഇനി നമുക്ക് അടുത്ത ഫോം ഓഫ് എനർജിയെ കുറിച്ച് കേൾക്കാം. നമ്മുടെ അടുത്ത ടൈപ്പ് എനർജിയാണ് കെമിക്കൽ എനർജി. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ ഇത്തരം എനർജിയെക്കുറിച്ച് കേട്ടതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിറക് കത്തിക്കുകയാണെന്ന് കരുതുക. വിറക് കത്തിക്കുമ്പോൾ വിറകിലുള്ള കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടും ലൈറ്റ് എനർജി ആയിട്ടും മാറുമെന്ന് നമുക്കറിയാം. ശരിയല്ലേ? നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കെമിക്കൽ എനർജി എന്നാണ്. മിക്ക കെമിക്കലി സ്റ്റേബിളായ മോളിക്യൂൾസിൻ്റെയും ആകെ എനർജി അത് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസിൻ്റെ എനർജിയേക്കാളും കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ ആറ്റവും കാർബൺ ആറ്റവും കൂടി ചേർന്ന് ഹൈഡ്രോ കാർബൺ ചെയിനുകൾ ഉണ്ടാവാറുണ്ട്. ശരിയല്ലേ? നമ്മുടെ പ്ലാസ്റ്റിക് മുതൽ ക്രൂഡ് ഓയിൽ വരെയുള്ള എല്ലാം എന്താണ്? ഇത്തരം ഹൈഡ്രോ കാർബൺ ചെയിനുകളാണ്. സോ അതെല്ലാം ഇന്ധനങ്ങളാണ്. ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഈ മോളിക്യൂൾസിൻ്റെ ഹൈഡ്രോ കാർബൺ ചെയിനിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആരെക്കാളും ചെറുതാണ്? ഈ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിൻ്റെ എനർജിയുടെ സമ്മിനേക്കാളും ചെറുതായിരിക്കും ഇതിൻ്റെ എനർജി. ഈ എനർജിയുടെ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ എനർജി. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ. ശരിയല്ലേ? സോ ഇവിടെ റിയാക്റ്റൻസിൻ്റെ ആണെങ്കിൽ ടോട്ടൽ എനർജീൻ്റെ വാല്യൂ കൂടുതലാണ് എന്ന് കരുതുക. അതുപോലെ പ്രോഡക്ട്സിൻ്റെ ആണെങ്കിൽ ടോട്ടൽ എനർജീൻ്റെ വാല്യൂ ചെറുതാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് ഈ എനർജി എന്ത് ചെയ്യും? പുറത്തേക്ക് പുറന്തള്ളും. ശരിയല്ലേ? എങ്കിൽ ഇത്തരം കെമിക്കൽ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് എക്സോതെർമിക് കെമിക്കൽ റിയാക്ഷൻ. ഇനി തിരിച്ചാണെങ്കിലോ? ഫോർ എക്സാമ്പിൾ, റിയാക്റ്റൻസിൻ്റെ ആണെങ്കിൽ ടോട്ടൽ എനർജി കുറവാണെന്ന് കരുതുക. പക്ഷേ പ്രോഡക്ട്സിൻ്റെ ആണെങ്കിൽ ടോട്ടൽ എനർജിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ സമയത്ത് പ്രോഡക്ട്സ് ഉണ്ടാകുവാൻ കൂടുതൽ എനർജി ആവശ്യമായി വരും. ശരിയല്ലേ? ഈ എനർജി ആണെങ്കിൽ ചുറ്റുപാട് നിന്നും വലിച്ചെടുക്കാൻ നോക്കും. എങ്കിൽ ഇത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇവിടെയാണെങ്കിൽ ഈ പുറന്തള്ളിയ എനർജി അതിൻ്റെ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത എനർജിയാണ് ഇങ്ങനെ പുറന്തള്ളുന്നത്. ശരിയല്ലേ? സോ മോളിക്കുലാർ ബോണ്ടുകൾ പൊട്ടിച്ചാണ് ഈ എനർജി പുറന്തള്ളുന്നത്. അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടുകൾ ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ എനർജി വലിച്ചെടുക്കുന്നത്. ശരിയല്ലേ? സോ ഇങ്ങനെ മോളിക്കുലാർ ബോണ്ടുകൾ അടങ്ങിയിരിക്കുന്ന എനർജിയാണ് കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. കെമിക്കൽ എനർജിയുടെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്കിനി അടുത്ത എനർജി കുറിച്ച് കേൾക്കാം. നമ്മുടെ അടുത്ത എനർജിയാണ് ഇലക്ട്രിക് എനർജി. അതിന് മറ്റൊരു പേരുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കാണ്. ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രോൺസിൻ്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കറണ്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, അവ പരസ്പരം റിപ്പൽ ചെയ്യാറുണ്ട്. ശരിയല്ലേ? എന്നിട്ടും അതിനെ എന്ത് ചെയ്യണം? ഒരേ ഡയറക്ഷനിൽ ഒഴുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് കറണ്ട് കിട്ടത്തുള്ളൂ. ശരിയല്ലേ? ഇലക്ട്രോണിനെ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒഴുക്കാനായിട്ട് ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് അഥവാ വൈദ്യുത മണ്ഡലം ഒരു വർക്ക് ചെയ്യണം. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോണിലേക്ക് ഒരു വർക്ക് ചെയ്യണം.
എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇലക്ട്രോൺ ഒരേ ഡയറക്ഷനിൽ ഒഴുകുകയുള്ളൂ. എങ്കിൽ ഈ വർക്കിനെ വിളിക്കേണ്ട പേരാണ് ഇലക്ട്രിക് എനർജി. നമ്മൾ സാധാരണ ഇലക്ട്രിക് എനർജി അളക്കുന്ന യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. എന്താണ് ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്? 1 കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുവാൻ ആവശ്യമായ എനർജിയാണ് 1 കിലോ വാട്ട് അവർ എനർജി എന്ന് പറയുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആണെങ്കിൽ മുന്നേ ഉള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ശരിയല്ലേ? ഇനി നമുക്ക് അടുത്ത എനർജിയെ കുറിച്ച് കേൾക്കാം. അടുത്താണ് ദ ഇക്വലൻസ് ഓഫ് മാസ് ആൻഡ് എനർജി. പണ്ടുകാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് എന്നാണ്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ഒന്നാണ് E=mc². ശരിയല്ലേ? അതായത് എം മാസിനെ ആണെങ്കിൽ ഇ എന്ന് പറയുന്ന എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ സി എന്ന് പറയുന്നത് ലൈറ്റിന്റെ വേഗതയാണ്. അതെത്രയാണ്? 3 × 10⁸ ആണ്. ഏത് മാസിനെയും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം മാസ് ഇരിപ്പുണ്ടെന്ന് കരുതുക. നമ്മൾ ഈ 1 കിലോഗ്രാം മാസിനെ എനർജി ആയിട്ട് മാറ്റാൻ പോവുകയാണ്. നമുക്ക് നോക്കാം എത്ര എനർജി കിട്ടുമെന്ന്. സോ E= മാസിന്റെ വാല്യൂ 1, സി എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്, ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നമുക്ക് കിട്ടും 9 × 10⁻16 ജൂൾ എന്ന് കിട്ടും. ഇതൊരു വലിയ എനർജിയാണ്, ശരിയല്ലേ? സോ ഈ എനർജി എന്ന് പറഞ്ഞാൽ മാസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. സോ ഇത്തരം എനർജി വിളിക്കുന്ന പേരാണ് മാസ് ഇക്വലന്റ് എനർജി. ന്യൂക്ലിയർ ഫിസിക്സിൽ നമ്മൾ മാസ് ഇക്വലന്റ് എനർജി ഉപയോഗിച്ചാണ് എനർജി കാൽക്കുലേഷൻ ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മൾ അടുത്ത വർഷം ഫിസിക്സിൽ പഠിക്കുന്നതാണ്. നമുക്കിനി അടുത്ത എനർജിയെ കുറിച്ച് നോക്കാം. അടുത്ത എനർജിയാണ് ന്യൂക്ലിയർ എനർജി. നമുക്കറിയാം, ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൽ പ്രധാനമായിട്ടുള്ള 2 ആൾക്കാരാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോൺസിന് പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. ഇങ്ങനെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസിനെ വളരെ ചെറിയ ഒരു ദൂരത്തേക്ക്, അതായത് ന്യൂക്ലിയസിൻ്റെ വലുപ്പം എത്രയാണ്? 10⁻⁻15 മീറ്റർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഫെർമി എന്ന് പറയും നമ്മൾ. സോ ഇത്രയും ചെറിയ ഒരു അകലത്തിലാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നിർത്താൻ കഴിയുകയില്ല, ശരിയല്ലേ? കാരണം പോസിറ്റീവ് ചാർജും നമ്മൾ റിപ്പൽ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഇത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, ശരിയല്ലേ? അങ്ങനെ തെറിച്ചു പോകാതിരിക്കാനായിട്ട് നമ്മളുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇതിനെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ചെയ്യുന്ന വർക്കിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ എനർജി. സോ ന്യൂക്ലിയസിനെ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി. ന്യൂക്ലിയർ എനർജി അളക്കുന്ന യൂണിറ്റ് മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ്. സോ MEV എന്ന് പറഞ്ഞാൽ എന്താണ്? മെഗാ ഇലക്ട്രോൺ വോൾട്ട്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻6 എന്നാണ് അർത്ഥം. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഒരു യൂണിറ്റ് ആണ്, ഒരു ചെറിയ യൂണിറ്റ് ആണ്, ശരിയല്ലേ? സോ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 × 10⁻⁻19 ജൂൾ ആണ്. ഇതൊരു ചെറിയ യൂണിറ്റ് ആണ്. ന്യൂക്ലിയർ എനർജി പോലെ നമുക്ക് ചുറ്റും ധാരാളം എനർജി വേറെയുമുണ്ട്, ശരിയല്ലേ? സോളാർ എനർജി, മാഗ്നറ്റിക് എനർജി, ജിയോ തെർമൽ എനർജി, അങ്ങനെ ധാരാളം എനർജി വേറെയുമുണ്ട്. സോ ഏത് എനർജി ആയാലും അത് ഒബേ ചെയ്യുന്ന ഒരു റൂളാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയെ കുറിച്ചാണ്. ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ ഒരു ലോ പല ഫോമാറ്റിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഫോമാറ്റാണ് വളരെ ഫേമസ് ആയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ആൾദോ ഇറ്റ് ക്യാൻ ചേഞ്ച്ഡ് ഫ്രം വൺ ഫോം ടു അനദർ. ശരിയല്ലേ? ഈ എനർജിയെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. നമുക്ക് ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇനി വേറൊരു ഫോമാറ്റിൽ ഇങ്ങനെ പറയും, ഫോർ എ ഐസൊലേറ്റഡ് ഓർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, ഒരു സിസ്റ്റം എടുക്കാൻ പോവുകയാണ്. അതൊരു ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് എനർജി വരികയോ സിസ്റ്റത്തിൽ നിന്നും എനർജി പുറന്തള്ളുകയോ ചെയ്യുന്നില്ല. എങ്കിൽ അത്തരം സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എത്ര എനർജി കൺവേർഷൻ ഉണ്ടായാലും അതിൻ്റെ ആകെ എനർജി, സിസ്റ്റത്തിനകത്തുള്ള ആകെ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ദസ് എനി ഐസൊലേറ്റഡ് ഓർ ക്ലോസ്ഡ് സിസ്റ്റം ദ സം ഓഫ് ഓൾ ഫോംസ് ഓഫ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സിസ്റ്റത്തിൻ്റെ അകത്താണെങ്കിൽ ഒരുപക്ഷെ ധാരാളം എനർജി കൺവേർഷൻ നടക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഈ എല്ലാ എനർജിയുടെയും സം എടുത്തു കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തരും. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, സിൻസ് ദ യൂണിവേഴ്സ് ഇസ് എ ഹോൾ. നമ്മുടെ യൂണിവേഴ്സ് ഫുള്ളും ഒരു ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് എടുത്തു കഴിഞ്ഞാൽ മേ ബി റിലേറ്റഡ് ആസ് എ ഐസൊലേറ്റഡ് സിസ്റ്റം. നമുക്കൊരു ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റമായിട്ട് നമ്മളുടെ യൂണിവേഴ്സ് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ദ ടോട്ടൽ എനർജി ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റൻറ്റ്. യൂണിവേഴ്സിൻ്റെ ആകെ എനർജി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ഇനി മറ്റൊരു മോഡേൺ കൺസെപ്റ്റാണ് ദ വൺ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ലോസസ് എനർജി. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലാണ്. ആ സിമെട്രി ഉള്ള യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗത്ത് എനർജി നഷ്ടപ്പെടുകയും അത് മറ്റൊരു ഭാഗത്ത് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ കൺസർവേഷൻ ഓഫ് എനർജിക്ക് പല വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എന്നാൽ കൂടി കൺസർവേഷൻ ഓഫ് എനർജി നമുക്ക് ഇതുവരെ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പല സയൻറ്റിസ്റ്റും ഇപ്പോഴും കൺസർവേഷൻ ഓഫ് എനർജി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റിലെ എനർജി കൺസർവേഷനെ കുറിച്ചും വേരിയസ് ഫോം ഓഫ് എനർജിയെ കുറിച്ചുമുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.